വാരപ്പെട്ടി പഞ്ചായത്തിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മുൻ പ്രസിഡന്റ് നിർമ്മല മോഹനൻ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ. വാരപ്പെട്ടി പഞ്ചായത്തിലെ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. LDFന്റെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും നടത്തി. പ്രസിഡന്റ് നിർമ്മല മോഹൻ 13-ാം വാർഡിൽ സ്ഥാനാർത്ഥിയാണ്. സിറ്റിംഗ് മെമ്പർമാരായ C. ശ്രീകല 12-ാം വാർഡിലും ദിവ്യ സലി 10-ാം വാർഡിലും മത്സരിക്കുന്നുണ്ട്. മുൻ മെമ്പർമാരായ പയസ് ആന്റണി 3-ാം വാർഡിലും മാത്യു K. ഐസക് 14-ാം വാർഡിലും PV മോഹനൻ 15-ാം വാർഡിലും സ്ഥാനാർത്ഥികളാണ്. 1-ാം വാർഡിൽ സുമി അനീഷ്, 2-ാം വാർഡിൽ NV ബിനോയി, 4-ാം വാർഡിൽ ഷീജ കാസിം, 5-ാം വാർഡിൽ റസിയ യൂനസ്, 6-ാം വാർഡിൽ ഷിബു വർക്കി, 7-ാം വാർഡിൽ നജീന ഷെഫീഖ്, 8-ാം വാർഡിൽ പൗർണമി ഹരി, 9-ാം വാർഡിൽ യദു കൃഷ്ണൻ, 11-ാം വാർഡിൽ MK അനീഷ് എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാദേശിക ഭരണകൂടങ്ങളാണ്. വിശാലമായ അധികാരങ്ങളും ഇടപെടൽ സാധ്യതകളും ഒക്കെ, പ്രത്യേകിച്ച് അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണം നമുക്ക് വന്നതിന് ശേഷം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. ഇപ്പോൾ 57 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ആദ്യ മന്ത്രിസഭ EMS മന്ത്രിസഭ മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2021 അധികാരത്തിലെത്തിയ 2ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരെയുള്ള ഗവൺമെന്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനുമൊക്കെയുള്ള വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഗ്രാമസഭകൾ അല്ലെങ്കിൽ വാർഡ് സഭകളെല്ലാം ചേർന്നുകൊണ്ടാണ് ഓരോ പ്രദേശത്തിനും വേണ്ട വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമൊക്കെ ജനങ്ങൾ തന്നെ ചർച്ച ചെയ്ത് രൂപപ്പെടുത്തുന്ന പദ്ധതികൾ അത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. കൺവെൻഷനിൽ KC അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. AA അൻഷാദ്, സണ്ണി പുതുശ്ശേരി, ബേബി പൗലോസ്, മനോജ് നാരായണൻ, AR അനി, ഏഞ്ചൽ മേരി ജോബി തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, വാരപ്പെട്ടി.